എക്കാലയിൽ ട്രാവൽ ബ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ മുഴുവനായി കാണുക. രാവിലെ ഹോട്ടലിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പുള്ള ഒരു കാഴ്ചയാണ്. എനിക്ക് വളരെ മനോഹരമായി തോന്നി. നിങ്ങൾക്കോ? ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്നും യാത്രയാവുകയാണ്. ഇന്ന് പോകുന്നത് റായ്പൂരിലേക്കാണ്. ഛത്തീസ്ഗഡ് തലസ്ഥാനമാണ് റായ്പൂർ. റോഡിലെ സൈൻ ബോർഡ് കാണിക്കുന്നത് ബിലാസ്പൂർ 215 കിലോമീറ്റർ, റായ്പൂർ 33 കിലോമീറ്റർ, കോർബ 175 കിലോമീറ്റർ. പ്രധാനമായും നാഷണൽ ഹൈവേ 130 യാത്ര ചെയ്യുന്നത്. അംബികാപൂരിൽ നിന്ന് റായ്പൂരിലേക്ക് ഏകദേശം 340 കിലോമീറ്റർ, 9 മണിക്കൂർ എന്ന് ഗൂഗിൾ കാണിക്കുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിലെ വൈവിധ്യമാർന്ന കാഴ്ചകൾ കാണാൻ കഴിയും. വടക്കൻ കുന്നുകളിൽ നിന്ന് അംബികാപൂരിനടുത്തുള്ള സുർഗുജ പ്രദേശം മധ്യസമതലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇടതൂർന്ന വനങ്ങൾ, സമീപത്തുള്ള തമോർ പിംഗ്ല വന്യജീവി സങ്കേതം പോലുള്ള ചെറിയ പട്ടണങ്ങൾ, കാർഷിക മേഖലകൾ, റായ്പൂരിലെ തിരക്കേറിയ വ്യാവസായിക പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് അവയുടെ മനോഹാരിത നമുക്ക് കാണാം. തുറന്ന റോഡുകൾ, ചില പരുക്കൻ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് മഴയ്ക്ക് ശേഷം. പൊതുവെ നല്ല റോഡ് സാഹചര്യങ്ങളുള്ള മനോഹരമായ ഒരു യാത്ര പ്രദാനം ചെയ്യുന്നു. എന്നിരുന്നാലും ചില ഭാഗങ്ങൾ തകർന്നടിഞ്ഞ റോഡുകളും കാട്ടുകളിലൂടെയും വനപ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്നു. മനോഹരമായ ഗ്രാമപ്രദേശങ്ങൾ എന്നിവ ഇവിടെ കാണാം. പോകുന്ന വഴിയിൽ ഉടനീളം നിബിഡങ്ങളായ വനങ്ങളാണ്. ഉഷ്ണമേഖലാ ഇലപൊഴിയും ഇനങ്ങളാണ് കാടുകളിൽ ആധിപത്യം പുലർത്തുന്നത്. സാൽ അഥവാ ഷോറിയ റോബസ്റ്റ് ഇതാണ് ഇവിടുത്തെ സംസ്ഥാന വൃക്ഷം. പിന്നെയുള്ളത് തേക്കാണ്. സാൽ, തേക്ക് എന്നിവയാൽ സമ്പന്നമാണ്. സംസ്ഥാനത്തിന്റെ ഏകദേശം 44% വിസ്തൃതിയിൽ ഇത് വനവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനത്താണ്. പ്രത്യേകിച്ച് ബസ്തർ പോലുള്ള പ്രദേശങ്ങളിൽ ഗണ്യമായ ജൈവവൈവിധ്യവും ഇക്കോടൂറിസവുമുണ്ട്. ഈ വിസ്തൃതവും പലപ്പോഴും തുറന്നതുമായ വനങ്ങൾ വൈവിധ്യമാർന്ന വന്യജീവികളെ പിന്തുണയ്ക്കുകയും പ്രാദേശിക ഉപജീവന മാർഗത്തിന് നിർണായകവുമാണ്. സമീപകാല ശ്രമങ്ങൾ വന ഉൽപ്പന്ന സംസ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു.
പ്രധാനമായും ഉഷ്ണമേഖല ഈർപ്പമുള്ളതും വരണ്ടതുമായ ഇലപൊഴിയും വനങ്ങൾ സാജ്, ബീച്ച്, ലെൻഡിയ മുതലായവയ്ക്കൊപ്പം സാൽ, തേക്ക് എന്നിവ പ്രധാന ഇനങ്ങളായി കാണപ്പെടുന്നു. ഈ മരങ്ങൾ വനമേഖലയുടെ ഏകദേശം 1/3 ഭാഗവും കൈയടക്കിയിരിക്കുന്നു. വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിൽ 3-ാം സ്ഥാനത്താണ്. 55,000 ചതുരശ്ര കിലോമീറ്ററിലധികം വിസ്തൃതിയുള്ള ഇത് ബിലാസ്പൂർ ഫോറസ്റ്റ് സർക്കിൾ ഏറ്റവും വലുതാണ്. ഇന്ത്യൻ കാടുകളിൽ കാണപ്പെടുന്ന ഒരു അപൂർവയിനം മാനാണ് ചിങ്കാരമാൻ. ഇന്ത്യൻ ഗസൽ എന്നും ഇതറിയപ്പെടുന്നു. കൃഷ്ണമൃഗത്തോട് ഏറെ സാദൃശ്യമുള്ളവയാണിവ. ചിങ്കാരികൾ പൊതുവെ നാണം കുണുങ്ങികളാണ്. മാൻ വർഗത്തിൽ ഏറ്റവും ഭയം പ്രകടിപ്പിക്കുന്ന മാനുകളിൽ ഒന്നാണിവ. ഇവയ്ക്ക് പുറമേ കഴുതപ്പുലികൾ, കുറുക്കന്മാർ, നിരവധി പക്ഷിമൃഗാദികൾ എന്നിവയുടെ ആവാസ് കേന്ദ്രം കൊപ്ര റിസർവോയർ പോലുള്ള പ്രദേശങ്ങൾ റാംസർ തണ്ണീർത്തട പദവി നേടിയെടുത്തു. തുറന്ന സാൽ വനങ്ങൾ മികച്ച ട്രെക്കിങ്ങിനും വന്യജീവി നിരീക്ഷണ അവസരങ്ങൾക്കും അവസരങ്ങൾ നൽകുന്നു. വന ഉൽപ്പന്നങ്ങൾ സംസ്കരിക്കുന്നതിനും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള താക്കോലായി പ്രവർത്തിക്കുന്നു. സുസ്ഥിര രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളോടെ സമ്പന്നമായ ആവാസ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നു. ബസ്താർ മേഖല, ജഗ്ദൽപൂർ, സുക്മ, ദന്തേവാഡ് വിശാലമായ വനങ്ങൾക്ക് പേരുകേട്ടതാണ്. കൊപ്ര റിസർവോയർ പോലുള്ള പ്രധാനപ്പെട്ട പാരിസ്ഥിതിക സ്ഥലങ്ങൾ ബിലാസ്പൂർ ജില്ലയിലുണ്ട്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നാണ് വനം വകുപ്പ്. സംസ്ഥാനത്തെ വനവൽക്കരണ, പരിസ്ഥിതി പരിപാടികളുടെ ആസൂത്രണം, നടപ്പാക്കൽ, നിരീക്ഷണം, വിലയിരുത്തൽ എന്നിവയിൽ ഇത് ഏർപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തെ സമ്പന്നമായ വനവിഭവങ്ങളുടെ ഏക സംരക്ഷകനാണ് ഇത്. സസ്യജന്തുജാലങ്ങളുടെ സംരക്ഷണം, വനത്തിന്റെയും വന്യജീവികളുടെയും സുസ്ഥിര പരിപാലനം, നശിച്ചുപോയ വനങ്ങളുടെ പുനരുദ്ധാരണം, വനങ്ങളുടെ സ്വാഭാവിക പുനരുജ്ജീവനം, നിലവിലെ നയത്തിന്റെയും നിയമനിർമ്മാണ പരിസ്ഥിതിയുടെയും ചട്ടക്കൂടിൽ വന ഉൽപ്പന്നങ്ങളുടെ പരിപാലനം എന്നിവയാണ് വകുപ്പ് ഏറ്റെടുക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ. സംസ്ഥാനത്തിന് സ്വന്തമായി വനനയമുണ്ട്. വകുപ്പിന്റെ സംഘടനാ ഘടനയിൽ ആസ്ഥാനത്തെ വ്യത്യസ്ത വിഭാഗങ്ങൾ, 8 ഫീൽഡ് സർക്കിളുകൾ, 45 ടെറിട്ടോറിയൽ, വന്യജീവി, മറ്റു പ്രവർത്തന വിഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഡെക്കാൻ ജൈവ ഭൂമിശാസ്ത്ര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഛത്തീസ്ഗഡ് സംസ്ഥാനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാലികളെ മേയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന തൊഴിലാണ്. മിക്ക റോഡുകളിലും ഈ കാഴ്ച നമുക്ക് കാണാം. പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. ജൈവഭൂമിശാസ്ത്രപരമായി മധ്യ ഇന്ത്യയിലെ കടുവ, പുള്ളിപ്പുലി, കാട്ടുപന്നി തുടങ്ങിയ പ്രതിനിധാന ജന്തുജാലങ്ങൾ ഉൾപ്പെടുന്ന ഡെക്കാൻ ജൈവമേഖലയിലാണ് സംസ്ഥാനം. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായി പ്രഖ്യാപിക്കപ്പെട്ട കാട്ടുപോത്ത്, ഹിൽ മൈന് തുടങ്ങിയ അപൂർവ വന്യജീവികളുടെ അഭിമാനകരമായ ഉടമയാണ് സംസ്ഥാനം. സ്പീഷീസ് വൈവിധ്യത്തിനു പുറമെ സമ്പന്നമായ ജനിതക വൈവിധ്യവും സംസ്ഥാനത്തിനുണ്ട്. ഫ്ലോറിസ്റ്റിക് ജന്തുജാല ഇനങ്ങളിൽ ഉൾപ്പെടുന്നതോ അവയ്ക്കിടയിലുള്ളതോ ആയ വ്യക്തികളുടെ ജനിതഘടനയിലെ വ്യത്യാസം വളരെ വലുതാണ്. ഛത്തീസ്ഗഡിലെ വനങ്ങൾ ലോകത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ളവയാണ്. കൂടാതെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ് കേന്ദ്രവുമാണ്. ഛത്തീസ്ഗഡ് വനം വകുപ്പ് വനമേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് ആരോഗ്യകരവും കേടുകൂടാതെയും നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. വനവിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനായി വനവുമായി ബന്ധപ്പെട്ട വിവിധ ഗവേഷണ പദ്ധതികളും വകുപ്പ് നടത്തുന്നു. 2011 ലെസൻസ് പ്രകാരം ഛത്തീസ്ഗഡിലെ വനവിസ്തൃതി 2464,620 ഹെക്ടറാണ്. ഇന്ത്യയിലെ 5ാമത്തെ വലിയ വനപ്രദേശവും വടക്കൻ മധ്യ മേഖലയിലെ 2ാമത്തെ വലിയ വനപ്രദേശവുമാണ് ഇത്. പർവ്വതങ്ങൾ, കുന്നുകൾ, താഴ്വരകൾ, സമതലങ്ങൾ എന്നിവയാൽ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമാണ് സംസ്ഥാനത്തിനുള്ളത്. ഈ പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം വനങ്ങൾ ഉൾക്കൊള്ളുന്നു. കൂടാതെ വിവിധ സസ്യജന്തുജാലങ്ങൾക്കും ഇവിടെ ആവാസ വ്യവസ്ഥയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സംരക്ഷിത മേഖലകളിൽ ഒന്നാണ് ഛത്തീസ്ഗഡ് വനമേഖല. നിർഭാഗ്യവശാൽ ആഗോളതലത്തിൽ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണിത്. 1/3 പ്രദേശവും വികസന ഭീഷണിയിലാണ്.
ജൈവവൈവിധ്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി പ്രദേശത്തിന്റെ ദീർഘകാല സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ഉറപ്പാക്കുക എന്നതാണ് ഛത്തീസ്ഗഡ് വനമേഖലയുടെ ലക്ഷ്യം. ഛത്തീസ്ഗഡിലെ വനങ്ങൾ ലോകത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ളവയാണ്, കൂടാതെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ് കേന്ദ്രവുമാണ്. ഛത്തീസ്ഗഡ് വനം വകുപ്പ് വനമേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് ആരോഗ്യകരവും ഛത്തീസ്ഗഡിലെ ഒരു സംരക്ഷിത പ്രദേശമാണ് ഈ വനമേഖല. വിവിധ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണിത്. മനോഹരമായ വനങ്ങളും ഹൈക്കിംഗ് പാതകളും കാരണം പ്രകൃതി സ്നേഹികൾക്കിടയിൽ ഇത് ജനപ്രിയമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സംരക്ഷിത പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ വനമേഖല. നിർഭാഗ്യവശാൽ ആഗോളതലത്തിൽ ഏറ്റവും വംശനാശ ഭീഷണി നേരിടുന്ന ആവാസവ്യവസ്ഥകളിൽ ഒന്നാണിത്. 1/3 പ്രദേശവും വികസന ഭീഷണിയിലാണ്. ജൈവവൈവിധ്യത്തിനും സാംസ്കാരിക പൈതൃകത്തിനും സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടി പ്രദേശത്തിന്റെ ദീർഘകാല സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ഉറപ്പാക്കുക എന്നതാണ് ഛത്തീസ്ഗഡ് വനമേഖലയുടെ ലക്ഷ്യം. ഛത്തീസ്ഗഡ് വനമേഖല കാൽനടയാത്ര നടത്താനും വന്യജീവികളെ പര്യവേക്ഷണം ചെയ്യാനും ഛത്തീസ്ഗഡിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണ്. വളരെ ദൂരം സഞ്ചരിച്ച് നമ്മൾ റായ്പൂരിലെത്തി. നമ്മൾ പോകുന്നത് വിവേകാനന്ദ സരോവർ കാണാനാണ്. റായ്പൂരിലുള്ള ചരിത്രപരവും ജനപ്രിയവുമായ ഒരു തടാകമാണ് വിവേകാനന്ദ സരോവർ, ബുദ്ധ തലാബ് എന്നും അറിയപ്പെടുന്നു. സ്വാമി വിവേകാനന്ദൻ നഗരത്തിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടുത്തെ ജലവുമായുള്ള ആത്മീയ ബന്ധത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മനോഹരമായ ചുറ്റുപാടുകൾ, തെരുവ് ഭക്ഷണം, വൈകുന്നേര വിനോദങ്ങൾക്കുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ഇത്. നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും സമാധാനപരമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. സ്വാമി വിവേകാനന്ദൻ ധ്യാനിക്കുകയും കുളിക്കുകയും ചെയ്തിരുന്ന സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടെ ആഴത്തിലുള്ള ആത്മീയ ഭക്തി നിലനിൽക്കുന്നു. ജോഗിംഗും നടത്തവും നന്നായി പരിപാലിക്കുന്ന പാതകളാണ് ഉള്ളത്. നടത്തക്കാർക്കും ജോഗർമാർക്കും ഒരു പറുദീസയാണ്. വിവിധ തെരുവ് ഭക്ഷണ ഓപ്ഷനുകൾ ലഭ്യമാണ്. അത് അതിന്റെ ഉന്മേഷദായകമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നു. പ്രാദേശിക കലാകാരന്മാരുടെ മനോഹരമായ ചുമർചിത്രങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇത് അതിന്റെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നു. ബോട്ടിംഗ് പോലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ലഭ്യമാണ്, എന്നിരുന്നാലും ചിലതിന് പ്രത്യേക നിരക്കുകൾ ഈടാക്കിയേക്കാം. കുറച്ചുനേരം ഞങ്ങൾ അവിടെ ചിലവഴിച്ചതിനു ശേഷം ഹോട്ടലിലേക്ക് പോകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. കുറച്ചുനേരത്തെ വിശ്രമത്തിന് ശേഷം ഡിന്നറിനായി അടുത്തുള്ള ഇന്ത്യ കോഫി ഹൗസിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേരളീയ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ആദ്യമായി ഞങ്ങൾ ഓർഡർ ചെയ്തത് സൂപ്പാണ്. ഇത് നമുക്ക് കുറച്ച് എനർജി തരും. പിന്നീട് നമ്മുടെ കേരളീയ ഭക്ഷണമായ മസാല ദോശയും കോഫി ഹൗസിലെ പ്രസിദ്ധമായ കോഫി ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ഹോട്ടലിലേക്ക് പോകുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം കൂടുതൽ വീഡിയോകളുമായി.
ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക.